السلام عليكم ورحمة الله وبركاته. إن الحمد لله نحمدك يا من أوضحت لنا سبل الهداية وأزحت عن بصائرنا عشابة الغوايا. اللهم صل على محمد وعلى آل محمد كما صليت على إبراهيم وعلى آل إبراهيم إنك حميد مجيد. اللهم بارك على محمد وعلى آل محمد كما باركت على إبراهيم وعلى آل إبراهيم إنك حميد مجيد. أعوذ بالله من الشيطان الرجيم. بسم الله الرحمن الرحيم. يا أيها الذين آمنوا اتقوا الله حق تقاته ولا تموتن إلا وأنتم مسلمون. بسم الله الرحمن الرحيم. يا أيها الذين آمنوا اتقوا الله وقولوا قولا سديدا يصلح لكم أعمالكم ويغفر لكم ذنوبكم ومن يطع الله ورسوله فقد فاز فوزا عظيما. إن المتقين في جنات ونهر في مقعد صدق عند مليك മുഖ്തദിർ. ഏറെ സ്നേഹം നിറഞ്ഞ സഹോദരന്മാരെ, സഹോദരിമാരെ, സുഹൃത്തുക്കളെ, നേതാക്കളെ, ഏറെ സന്തോഷം നിറയുന്ന ഒരു നല്ല സദസ്സിലാണ് നമ്മളിപ്പോൾ ഒരുമിച്ചിരിക്കുന്നത്. നേരത്തെ സക്കരിയാക്ക് അദ്ദേഹത്തിൻ്റെ സംസാരത്തിൽ സൂചിപ്പിച്ചതുപോലെ നമ്മൾ ഖുർആൻ പഠിക്കുക, ഖുർആൻ പഠനത്തിൽ കൂടുതൽ ശ്രദ്ധയും ഒരാർജവും ഉന്മേഷവും ഒക്കെ കൊണ്ടുവരിക. ഖുർആൻ പഠിക്കുമ്പോൾ നമുക്ക് നല്ല ഓർമ്മശക്തി ഉണ്ടാകും എന്നൊക്കെ വളരെ വ്യക്തമായി ആ ഒരു സംസാരത്തിൽ നമ്മൾ ചിന്തിപ്പിക്കുന്ന ചില കാര്യങ്ങൾ ഉണർത്തി. എനിക്ക് ഏറ്റവും രസകരമായി തോന്നിയത് ആ ഒരു ബദത്തിൻ്റെ കാര്യം പറഞ്ഞതാണ്. ആ പാത്രം ലാസ്റ്റ് തിരഞ്ഞെടുന്നു എന്ന് പറഞ്ഞപ്പോൾ ചില ആളുകൾ എങ്ങനെയാണ് ഓർക്കാൻ, ചില കാര്യം ഓർത്തെടുക്കാൻ കുറച്ച് പ്രയാസമുണ്ട്. പക്ഷെ ഖുർആൻ പഠിക്കുന്ന ആളുകൾ ഭയങ്കര ഓർമ്മശക്തിയുള്ള ആളുകളാണ്. ലോകത്തെ ഹാഫിളുകളെ പരിശോധിച്ച് നോക്കൂ. മഹാഹിഫുള്ള ഖുർആനും ഹദീസും ഒക്കെ നന്നായി മനഃപ്പാടമാക്കി വെച്ച ആളുകളെ സംബന്ധിച്ച് പരിശോധിച്ച് നോക്കൂ, നല്ല ഓർമ്മശക്തിയുള്ള ആളുകളായിരിക്കും. ഒരു ക്ലാസ്സിൽ ഹാഫിളായ കുട്ടി ഉണ്ടെങ്കിൽ ആ ഒരു കുട്ടി എല്ലാ നിലക്കും പരീക്ഷകളിലൊക്കെ ഒരു ആവറേജ് നല്ല മാർക്ക് വാങ്ങുന്ന ഒരാളാകും. ലോകത്ത് നമ്മളിന്ന് യൂട്യൂബ് തുറന്നിട്ട് മൊറൈത്താനിയ എന്ന് പറയുന്ന ഒരു രാജ്യമുണ്ട്, നമുക്കൊക്കെ അറിയാം. മൊറൈത്താനിയയിലെ ഷങ്കീത്ത് എന്ന് പറയുന്ന ഒരു ഗ്രാമം മരുഭൂമിയാണ്, ഒന്നുമില്ല. അവിടുത്തെ ബിൽഡിങ്ങുകൾ കണ്ടാലും അവിടുത്തെ വിദ്യാഭ്യാസ സ്ഥാപനങ്ങളൊക്കെ കണ്ടാലും നമുക്ക് കിട്ടിയ അനുഗ്രഹത്തിൻ്റെ വലുപ്പം മനസ്സിലാവും. അവിടെയുള്ള 80% ആളുകൾ, മൊറൈത്താനിയയിലെ ഷങ്കീത്ത് എന്ന് പറയുന്ന ആ ഒരു ചെറിയ ഗ്രാമത്തിലെ 80% ആളുകൾ മഹാപണ്ഡിതന്മാരാണെന്നാണ് സർവേ. വിശുദ്ധ ഖുർആൻ മനഃപ്പാടമാക്കിയവരാണ് അവരിലധികവും, ആ നാട്ടിലധികം ആളുകളും. ഒരു സാധാ കടയിൽ കയറി എന്തെങ്കിലും വാങ്ങുകയാണെങ്കിൽ അയാളോട് ചോദിച്ചു നോക്കും, അയാൾ ഹാഫിള എന്നാ പറയാം. ഹാഫിള് വെറും പറച്ചിലല്ല, ഒരായത്ത് ഓതിയാൽ ആയത്തിൻ്റെ മുന്നത്തെ ആയത്ത് ഓതും, ശേഷമുള്ള ആയത്ത് ഓതും, അത്രക്കും ഷാർപ്പാണ്. ആ ലോകത്ത് ഇന്ന് ആ നാട് ചർച്ച ചെയ്യപ്പെടാൻ ഓസ്ട്രേലിയയിൽ നിന്നും കാനഡയിൽ നിന്നുമൊക്കെ ചില വിദ്യാർത്ഥികൾ ആ ഒരു പട്ടണത്തിലേക്ക് വലിയ ദൈർഘ്യമേറിയ യാത്രക്കൊടുവിൽ ചെന്നെത്തുന്നത് കാണാം. ഒരുപാട് വ്ളോഗേഴ്സ് ഇന്ന് ആ നാടിനെങ്ങനെ അവരുടെ ഫോണുകളിൽ പകർത്തി വലിയ റീച്ചുള്ള ചില വീഡിയോകൾ ചെയ്തത് കാണാം. നമ്മൾ അത്ഭുതപ്പെടുത്തും. അത്ഭുതമുള്ളത് കൊണ്ട് തന്നെയാണ് അത് ലോകത്ത് ഇന്ന് ചർച്ച ചെയ്യപ്പെടുന്നത്. പ്രിയപ്പെട്ടവരെ, ആ കാഴ്ച ഒരു വേള നമ്മളൊന്ന് കാണുമ്പോൾ ഈ കിട്ടിയ അനുഗ്രഹത്തിൻ്റെ വലുപ്പം നമുക്ക് മനസ്സിലാകും. ഇവിടെ ഒരുപാട് ഖുർആൻ പഠന സദസ്സുകളുണ്ട്, സംരംഭങ്ങളുണ്ട്, സ്ഥാപനങ്ങളുണ്ട്. ദുബായ് എന്ന് പറയുന്നത് നമ്മൾ അധ്വാനിക്കാൻ വന്ന നാടാണ്. പക്ഷേ ഈ അധ്വാനിക്കാൻ വന്ന നാട്ടിൽ ഖുർആൻ പഠിക്കാനുള്ള ഒരുപാട് ചെയറുകൾ ഒഴിഞ്ഞിരിക്കുന്നത് കാണാം.
പക്ഷെ നല്ല രൂപത്തിൽ ഖുർആനെ പഠിക്കുന്ന ഒരുപാട് പഠിതാക്കളെയും നമ്മുടെ കൂട്ടത്തിലുണ്ട്. അത് ഭയങ്കര അത്ഭുതപ്പെടുത്തുന്നതാണ്. കഴിഞ്ഞ ഖുർആൻ വിജ്ഞാന പരീക്ഷയിൽ നമ്മൾ ഇന്ത്യൻ ഇസ്ലാഹി സെന്റർ നടത്തിയ ഇന്ത്യ കേന്ദ്ര കമ്മിറ്റി നടത്തിയ ഒരു പരീക്ഷയിൽ 500-ലേറെ പഠിതാക്കൾ പരീക്ഷ എഴുതിയെന്നാൻ. 1000 ചില്ലാനം പഠിതാക്കൾ സ്ഥിരമായി ആ ഗ്രൂപ്പുകളിൽ ക്ലാസ്സുകളും അതിൽ വരുന്ന മറ്റു ചോദ്യോത്തരങ്ങൾക്കൊക്കെ പങ്കെടുക്കാറുണ്ടെന്നും പറയുന്നു. അമാനി മൗലവിയുടെ തഫ്സീറുകൾ ഉപയോഗപ്പെടുത്തുന്ന ഒരുപാട് സുമനസ്സുകൾ നമുക്കിടയിലുണ്ട്. പ്രിയപ്പെട്ടവരെ, ഇതുപോലത്തെ സ്ഥാപനങ്ങളിൽ അതുപോലത്തെ തഫ്സീർ ക്ലാസ്സുകൾ പല സമയങ്ങളിലായി നടന്നു പോരുന്നുമുണ്ട്. ഇവിടെ മാത്രമല്ല, ഈ സ്ഥാപനം ഉള്ളതുകൊണ്ട് തന്നെ നമുക്ക് പല പള്ളികളിലും അത്തരം സദസ്സുകൾ എന്ത് ചെയ്തിട്ടുണ്ട്, ഇവിടുത്തെ ഗവൺമെൻറ് അനുവദിച്ച് തന്നിട്ടുണ്ട്. ഒരു വേള ഇതൊക്കെ നിന്നു പോകുമ്പോൾ അപ്പം നമുക്ക് കിട്ടിയ അനുഗ്രഹത്തിൻ്റെ വലുപ്പം ബോധ്യമാവും. അപ്പം പിന്നെ വിലപിച്ചിട്ട് കാര്യമില്ല. വളരെ ചുരുങ്ങിയ സമയങ്ങളാകും. അല്ലാഹു സുബ്ഹാനഹു വ തആല അവയെ ഉപയോഗപ്പെടുത്തുന്നവരിൽ നമ്മൾ ഉൾപ്പെടുത്തട്ടെ. ഉപയോഗപ്പെടുത്തുന്ന ചില ആളുകൾ ഉപയോഗപ്പെടുത്തുന്നത് കാണുമ്പോൾ വീണ്ടും അതിലേക്ക് ഇറങ്ങിത്തിരിക്കാൻ നമുക്കത് പ്രചോദനമേകുന്ന അവരുടെ പ്രവർത്തനങ്ങളാണ്. അള്ളാഹു നിലനിർത്തി തരുമാറാവട്ടെ. ഖുർആൻ അവതരിക്കുന്നൊരു മാസത്തിലേക്ക് നമ്മൾ ചേക്കേറുകയാണ്. ഖുർആൻ അവതരിച്ച ഒരു മാസം ഒരിക്കൽ കൂടി നമ്മുടെ പടിവാതിലിൽ വന്നു നിൽക്കുമ്പോൾ അള്ളാഹുവിനോട് നന്നായി ദുആ ചെയ്യുക, ആ നാളുകളെ ഉപയോഗപ്പെടുത്തുവാൻ, അതിലേക്ക് അള്ളാഹു നമ്മളെ എത്തിക്കുവാൻ. അള്ളാഹു പരിശുദ്ധ റമദാനിലേക്ക് നമ്മളെ എത്തിക്കുമാറാവട്ടെ. പ്രിയപ്പെട്ടവരെ, നമുക്കറിയാം റമദാൻ മാസത്തിന് ഒരുപാട് പ്രത്യേകതകളുണ്ട്. മറ്റു മാസങ്ങളെപ്പോലല്ല, മറ്റു ദിനങ്ങളെപ്പോലല്ല. ഇതിലെ ഓരോ സെക്കൻഡുകൾക്കും അതിൻ്റേതായ എല്ലാ നിലക്കുള്ള പരിഗണനയും ഗൗരവവും നൽകി ആ ദിവസങ്ങളെ മുന്നോട്ട് കൊണ്ടുപോകണം. ആ ഒരു ഊർജത്തിന് വേണ്ടിയാണ് നമ്മളിവിടെ ഒരുമിച്ച് കൂടിയത്. അഹ്ലൻ റമദാൻ പരിപാടികൾ നമ്മുടെ ഓരോ സെന്ററുകളിലും സജീവമായി കൊണ്ടിരിക്കുമ്പോൾ അതിൽ വരുന്ന ഓരോ സംസാരങ്ങൾക്കും കാതോർക്കുക. അതിലെ ഏതു വർത്തമാനമാകും ഒരു മാസക്കാലത്തെ കൂടുതൽ ഏറ്റവും നല്ല ചിന്തനീയമായ പ്രവർത്തനങ്ങളിലേക്ക് നമ്മളെ ഇരുത്തിക്കളയുന്നത് എന്ന് അള്ളാഹു മാത്രം അറിയുന്ന കാര്യമാണ്. അള്ളാഹുവിന് അവൻ്റെ റഹ്മത്ത് കടാക്ഷിക്കുന്ന ചില നിമിഷങ്ങളുണ്ട് എന്ന് പറഞ്ഞു. റബ്ബിൻ്റെ റഹ്മത്ത് ഇങ്ങനെ നമ്മളെ തലോടുന്ന ചില നാളുകൾ, ചില ദിവസങ്ങൾ, ആ ദിവസങ്ങളിൽ പെട്ടതാണ് പരിശുദ്ധമായ റമദാൻ. അള്ളാഹുവിൻ്റെ റഹ്മത്ത് നേടിയെടുക്കുന്നവരിൽ റബ്ബ് നമ്മളെ ഉൾപ്പെടുത്തട്ടെ. റമദാനിനെ എങ്ങനെ നമ്മൾ സ്വീകരിക്കണം? അഹ്ലൻ റമദാൻ എന്ന് പറയുമ്പോൾ എന്ത് അഹ്ലൻ? സ്വാഗതം താൻ. ഏതെങ്കിലും ഏറ്റവും നല്ല സുപരിചിതനായ നല്ല ആദരവുള്ള ഒരു മനുഷ്യൻ പറയുമ്പോൾ നമ്മൾ പറയും അഹ്ലൻ വസഹ്ലൻ. അഹ്ലൻ എന്ന് പറഞ്ഞാൽ അഭിവാദ്യം എന്നുള്ള അർത്ഥത്തിൽ, സഹ്ലൻ എളുപ്പത്തിൽ എന്നുള്ള അർത്ഥത്തിൽ, മർഹബം ബിക് എന്നൊക്കെ പറയാറുണ്ട്, സ്വാഗതം, സുസ്വാഗതം എന്നൊക്കെ. എന്നാൽ റമദാനിനെ നമ്മൾ എങ്ങനെയാണ് സ്വാഗതം ചെയ്യേണ്ടത്? മഹാനായ അബ്ദുല്ലാഹിബ്നു മസ്ഊദ് റളിയല്ലാഹു അൻഹു, അബ്ദുല്ലാഹിബ്നു മസ്ഊദ് റളിയല്ലാഹു അൻഹുവിനോട് അദ്ദേഹത്തിൻ്റെ ഏറെ പ്രിയപ്പെട്ട ഒരു കൂട്ടുകാരൻ താബിഈൻ, അദ്ദേഹം ചോദിച്ചു, കൈഫ തസ്തഖ്ബിലൂന റമളാൻ, നിങ്ങൾ റമളാനിനെ എങ്ങനെയാണ് സ്വീകരിക്കാറുണ്ടായിരുന്നത്? റമളാനിനെ നിങ്ങൾ എന്നതുകൊണ്ട് ഉദ്ദേശിച്ചത് സ്വഹാബത്തിനെയാൻ. അദ്ദേഹം ചോദിക്കാൻ, കൈഫ കുന്തും തസ്തഖ്ബിലൂന ശഹ്റ റമളാൻ, പരിശുദ്ധമായ ഒരു റമളാനിനെ നിങ്ങൾ എങ്ങനെ വെൽക്കം ചെയ്തിരുന്നത്? നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ കൂട്ടത്തിൽ വിശുദ്ധ ഖുർആനിനെ നന്നായി തഫ്സീർ ചെയ്തിരുന്ന ആളാണ് അബ്ദുല്ലാഹിബ്നു മസ്ഊദ് റളിയല്ലാഹു അൻഹു. അബ്ദുല്ലാഹിബ്നു മസ്ഊദ് റളിയല്ലാഹു അൻഹുവിൻ്റെ കാലുകൾക്ക് നാളെ മീസാനിൽ നല്ല ഖനമായിരിക്കുമെന്നാണ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞത്. കാരണം അദ്ദേഹത്തിൻ്റെ വിശുദ്ധ ഖുർആനിലുള്ള അവഗാഹം. അതുകൊണ്ട് തന്നെ ഖുർആനിൻ്റെ മാസം, അതിനെ എങ്ങനെ നിങ്ങൾ സ്വീകരിച്ചിരുന്നു? അദ്ദേഹം പറഞ്ഞ മറുപടി, മാ കാന അഹദുനാ യജ്റഉ അൻ യസ്തഖ്ബിലൽ ഹിലാൽ വഫീ ഖൽബിഹി മിസ്ഖാലു ദർറത്തിൻ മിൻ ഹഖിദിൻ അലാ അഖീഹിൽ മുസ്ലിം. നമ്മൾ അടിവരയിടേണ്ട ചില വരികളാണ്. ഒരു പരിശുദ്ധ റമളാനിലേക്ക്, റമളാനിനെ പ്രതീക്ഷയോടെ അതിൻ്റെ മാനത്തെ അമ്പിളി തെളിയാൻ കാത്തിരി നിൽക്കുമ്പോൾ, പ്രതീക്ഷയോടെ അമ്പിളി തെളിയുമ്പോൾ അല്ലാഹുമ്മ അഹില്ലഹു അലൈനാ എന്ന ദുആ പറയാൻ വേണ്ടി കാത്തിരിക്കുമ്പോൾ നമ്മുടെ മനസ്സുകളിൽ കൊത്തിയിടേണ്ട ചില വരികളെയാണ് മഹാനായ മുഫസ്സിർ അബ്ദുല്ലാഹിബ്നു മസ്ഊദ് റളിയല്ലാഹു അൻഹു നമ്മളെ കേൾപ്പിച്ചത്. റമളാൻ സമാഗതമാകുന്നതിന് മുമ്പ്, റമളാൻ വരുന്ന കുറച്ച് നിമിഷങ്ങൾ മുമ്പ് ഞങ്ങളുടെ മനസ്സുകളിൽ ഒരു പകയും ഒരു വിദ്വേഷവും ഉണ്ടാവാറില്ല. ആരോട്? അല അഖീഹിൽ മുസ്ലിം, തൻ്റെ മുസ്ലിമായ ഒരു സഹോദരനോട് ഒരു പകയോ ഒരു വിദ്വേഷമോ ഇല്ലാതെയാണ് ഞങ്ങൾ റമളാനിനെ സ്വീകരിച്ചിരുന്നത് എന്നാണ്.
നമ്മൾ റമദാനെ സ്വീകരിക്കാൻ തയ്യാറെടുക്കുമ്പോൾ ആദ്യം നമ്മുടെ മനസ്സുകളെ കഴുകിക്കളയുക. അല്ലാഹു തൗഫീഖ് ചെയ്യുമാറാവട്ടെ. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയും അതാണ് നമ്മളെ ഉണർത്തിയത്. ശഅബാൻ മാസത്തിന്റെ പ്രത്യേകതകളെ വിശദീകരിക്കുമ്പോൾ ചില സ്വഹീഹായ ഹദീസുകളിൽ ഒരുപക്ഷെ നമ്മൾ ഖുതുബകളിൽ കേട്ടിട്ടുണ്ടാകും, ഹൃദയത്തിൽ ഒരു തരിമ്പ് പോലും വിദ്വേഷമില്ലാതെ, ഹൃദയത്തിൽ ഒരു വിദ്വേഷവും ഒരു പകയുമില്ലാതെ ആ ഒരു ദിവസങ്ങളിൽ തൻ്റെ കർമ്മങ്ങൾ ഉയർത്തപ്പെടാൻ നിങ്ങൾ കൊതിക്കണമെന്നാണ് അല്ലാഹുവിൻ്റെ റസൂൽ കൊതിച്ചത്. അപ്രകാരമായിരുന്നു അമലുകൾ ഉയർത്തപ്പെടുന്ന ശഅബാൻ മാസത്തിൽ താൻ നോമ്പുകാരനായിരിക്കാൻ റസൂലുള്ള പരിശ്രമിക്കാറുണ്ടായിരുന്നു. ആ മാസത്തിൻ്റെ ഒരു പ്രത്യേകത പറഞ്ഞപ്പോൾ റസൂലുള്ള പറഞ്ഞു, ആ മാസത്തിൽ അള്ളാഹുവിൻ്റെ അരികിൽ കർമ്മങ്ങൾ പ്രദർശിപ്പിക്കപ്പെടുമ്പോൾ അള്ളാഹു പറയും, ചില ആളുകളുടേത് അവരുടെ കർമ്മങ്ങൾ അവിടെ നിൽക്കട്ടെ, അവരുടെ കർമ്മങ്ങൾ അവിടെ നിൽക്കട്ടെ, അൻളിറ അലൈഹി, അതിനവിടെ ഇങ്ങനെ താമസിപ്പിച്ചു വെക്കൂ, മുകളിലേക്ക് ഉയർത്താനായിട്ടില്ല, ഇനിയും എൻ്റെ അരികിലേക്ക് അതിനെ ഉയർത്താനായിട്ടില്ല, അള്ളാഹ് സ്വീകരിക്കാനായിട്ടില്ല. എത്രത്തോളം? ഹത്താ യസ്തലിഹ, രണ്ടുപേര് പിണങ്ങി നിൽക്കുകയാണെങ്കിൽ അവർ നന്നാവുന്നവർ, അവർക്കിടയിൽ ഒരു നന്മ ഉണ്ടാവട്ടെ, അവരുടെ പിണക്കം മാറട്ടെ. പല വിഷയങ്ങളിൽ പിണങ്ങി നിൽക്കുന്ന ആളുകളെ കാണാം, മാതാപിതാക്കളോട് തെറ്റിയവരെ കാണാം, ഭാര്യയോട് എന്തെങ്കിലും ഒരു പ്രയാസം വെച്ച് പുലർത്തുന്നവരെ കാണാം, മക്കളോ അതല്ലെങ്കിൽ തൻ്റെ പ്രിയപ്പെട്ട കൂട്ടുകാരനോടോ വിദ്വേഷമോ പകയോ വെച്ച് പുലർത്തുന്നവരെ കാണാം. പരിശുദ്ധമായ റമദാൻ സമാഗതമാണെങ്കിൽ അതൊക്കെ ഹൃദയത്തിൽ നിന്ന് എടുത്തു മാറ്റാൻ സാധിക്കണം. അങ്ങനെയായിരിക്കണം റമദാനിനെ സ്വീകരിക്കേണ്ടതെന്നാൻ. ദുനിയാവിന്റെ പേരിലായിരിക്കും പലപ്പോഴും നമ്മൾ പിണങ്ങിയത്, ദീനിന്റെ പേരിലാവൂല. ദീനിന്റെ പേരിൽ പിണങ്ങിയത് അവിടെക്കട്ടെ, ദീനിന്റെ പേരിൽ പിണങ്ങുന്നത് വളരെ വളരെ വിരളമായ ചില ആളുകൾ മാത്രമാണ്. ഭൂരിഭാഗം ആളുകളും ഇന്ന് തെറ്റും പിണക്കത്തിലും കഴിയുന്നത് ദുനിയാവിന്റെ പേരിലാണ്, ഭൗതികമായ വർത്തമാനത്തിന്റെ പേരിൽ, അല്ലെങ്കിൽ ഭൗതികമായി ആരോ ചെയ്തൊരു ദ്രോഹത്തിന്റെ പേരിൽ, ഭൗതികമായി തന്നെ ആരോ ആക്രമിച്ചതിന്റെ പേരിൽ, കേവലം ദുനിയാവിന്റെ വിഭവങ്ങൾക്ക് വേണ്ടി, ദുനിയാവിലെ സ്റ്റാറ്റസിനും ദുനിയാവിലെ തൻ്റെ പ്രശസ്തിക്കും അല്ലെങ്കിൽ ദുനിയാവിൻ്റെ തൻ്റെ എന്തെങ്കിലും ഒരു മാനത്തിനും വേണ്ടി പോറലേൽപ്പിച്ചപ്പോ പിണങ്ങി നടന്നതാണ്. പക്ഷെ റസൂലുള്ളാഹി പറഞ്ഞു, 3 ദിവസത്തിൽ കൂടുതൽ ഒരു സത്യവിശ്വാസി മറ്റൊരു സത്യവിശ്വാസിയോട് പിണങ്ങി നിൽക്കാൻ പാടില്ല. റസൂലുള്ളാഹിനെ വിശദീകരിച്ചു. ഒരാൾ ഒരു വഴിയിലൂടെ കടന്നു വരുമ്പോൾ ഫയുഅരിദു ഹാദാ, അല്ല മറ്റേയാൾ കണ്ടുമുട്ടിയ സലാം പറയുന്നു വിചാരിച്ചിട്ട് എന്ത് ചെയ്യും? ഈ ഭാഗത്തേക്കും തിരിയും, മറ്റേയാൾ ആ ഭാഗത്തേക്കും തിരിയും. പക്ഷെ റസൂലുള്ളാഹി പറഞ്ഞു, ആ 2 കൂട്ടരിൽ ഏറ്റവും നല്ലവനാരാൻ? മൻ ബദഅഹും ബിസ്സലാം, ആദ്യം സലാം പറഞ്ഞു തുടങ്ങുന്നവനാൻ. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഇങ്ങനെ കുറേ കാര്യങ്ങൾ വിശദീകരിച്ചത് കാണാം. പ്രിയപ്പെട്ടവരെ, പരിശുദ്ധമായ ഒരു റമദാനിലേക്ക് നമ്മൾ വരുമ്പോൾ ആദ്യം നമ്മുടെ മനസ്സുകളിൽ അങ്ങനെ ആരോടെങ്കിലും വല്ല ഉണ്ടാവും, സ്വാഭാവികമാണ്, മനുഷ്യന്മാരാണ്, നമ്മളാരും മലക്കുകളല്ല അല്ലേ? ചിലപ്പോൾ എന്തെങ്കിലും ഒരു നിമിഷത്തിൽ നമ്മൾ പറഞ്ഞ ഒരു വേർഡായിരിക്കും. കഴിഞ്ഞ ദിവസം മദ്രസയിൽ ഒരു കുട്ടിക്കുണ്ടായ ഒരു അനുഭവം പറയാം. കളിക്കുന്നതിൻ്റെ ഇടയിൽ ജൂനിയറായ കുട്ടി 3-ാം ക്ലാസ്സിലോ 4-ാം ക്ലാസ്സിലോ പഠിക്കുന്ന ഒരു കുട്ടി 7-ാം ക്ലാസ്സിലുള്ള കുട്ടിയെ തട്ടിയപ്പോൾ എന്നെ തട്ടാൻ ഓനാരാ? ഞാൻ ഓനെക്കാളും വലുതല്ലേ? അത് അല്ലേ, നമ്മുടെ മാനത്തിനെ പോറലേൽപ്പിക്കുന്ന എന്തുണ്ടായാലും നമ്മൾ പ്രതികരിക്കും, നമുക്കതൊരു പ്രയാസമാകും. ഞാനെന്ന ഭാവമാണ് പലപ്പോഴും നമ്മളെ വിട്ടുവീഴ്ച മനോഭാവത്തിൽ നിന്ന് നമ്മളെ പിന്നോട്ടേക്ക് വലിക്കുന്നത്. ഞാനെന്ന ഭാവം മാറ്റിവെക്കാൻ കഴിയണം. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, ഒരാൾ തൻ്റെ മനസ്സിൽ ഒരു അണുമണി തൂക്കം അഹങ്കാരമുണ്ടായാൽ അവൻ സ്വർഗത്തിൽ പ്രവേശിക്കുകയില്ല. ഹദീസ് നമുക്ക് സുപരിചിതമാണ്. മൻ കാന ഫീ ഖൽബിഹി മിസ്ഖാല ദർറത്തിൻ മിൻ കിബർ, അല്ലേ, സ്വർഗത്തിൽ കടക്കൂല, ലാ യദ്ഖുലുൽ ജന്ന. ഇത് കേട്ടപ്പോൾ സഹാബി ചോദിക്കുക, അല്ല അല്ലാഹുവിൻ്റെ റസൂലേ, ഒരാള് നല്ല വസ്ത്രവും നല്ല ചെരുപ്പും ധരിക്കുന്നത് അഹങ്കാരമാണോ? അത് അഹങ്കാരമാണ്, അഹന്തയാണോ? പക്ഷെ റസൂലുള്ളാഹി അവിടെ അഹങ്കാരത്തെ വിശദീകരിച്ച ഒരു ഡെഫിനിഷനുണ്ട്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞ ഒരു പ്രസ്താവനയുണ്ട്. അതെന്താണ്? റസൂലുള്ളാഹി പറഞ്ഞു, അൽ കിബ്റു ബത്റുൽ ഹഖി വഗംതുൻ നാസ് വഗംതുൻ നാസ് വഗംതുൻ നാസ്. അഹങ്കാരം എന്ന് പറയുന്നത് സത്യത്തെ നിഷേധിക്കലാണ്, പിന്നെ ജനങ്ങളെ കൊച്ചാക്കലാണ്, ജനങ്ങളെ നിസ്സാരാക്കുക. ഒന്നുമല്ല, ഞാൻ കഴിഞ്ഞിട്ട് ഓനുള്ളൂ എന്ന വിചാരം, ഞാനെന്ന ഭാവത്തെ മനസ്സിൽ നിന്ന് എന്ത് ചെയ്യണം? എടുത്തു കളയാൻ കഴിയണം. വിട്ടുവീഴ്ച മനോഭാവങ്ങളെ, വിശാലമായ ഹൃദയങ്ങളെ തുറന്നു വെക്കുന്ന ഹൃദയ വിശാലതയെ നമുക്ക് തുറന്നു കാണിക്കാനാകണം. നമ്മളാരും അങ്ങനത്തെ ഒരാളാണ് എന്നുള്ളതുകൊണ്ടല്ല സംസാരിക്കുന്നത്. ഇബ്നു മസ്ഊദ് റളിയല്ലാഹു അൻഹു ഒരു റമദാനിനെ സ്വീകരിക്കുന്ന രംഗം പറഞ്ഞ കാര്യത്തെ വിശദീകരിക്കുകയാണ്. ഇബ്നു അബ്ദുൽ ബർ എന്ന ലോകപ്രസിദ്ധനായ ഒരു പണ്ഡിതനുണ്ട്. ഇബ്നു അബ്ദുൽ ബർ 5-ാം നൂറ്റാണ്ടിൽ ജീവിച്ച പണ്ഡിതനാണ്.
ഇബ്നു അബ്ദുൽ ബറിന്റെ ഗ്രന്ഥങ്ങൾ പണ്ഡിത ലോകത്ത് വലിയ ചർച്ചയാണ്. അതിൽ ഏറ്റവും സുപരിചിതമായ ഒരു ഗ്രന്ഥമാണ് അത്തംഹീദ് എന്ന് പറയുന്ന ഗ്രന്ഥം. അത്തംഹീദ് അദബ് പഠിപ്പിക്കുന്ന, നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയിൽ നിന്ന് ചില സ്വഭാവവുമായി ബന്ധപ്പെടുത്തിയിട്ടുള്ള ഹദീസുകളെ ക്രോഡീകരിച്ചു. അതുപോലെ തന്നെ അതിന് വിശദീകരണങ്ങൾ നൽകുന്ന സുപ്രസിദ്ധമായ ഗ്രന്ഥം അത്തംഹീദ്. അത്തംഹീദ് എന്ന ഗ്രന്ഥത്തിൽ ഒരു മഹാപണ്ഡിതനെ സംബന്ധിച്ച് അദ്ദേഹം പറഞ്ഞു തരുന്നു. ഇബ്നു അബീ ദിഅ്ബ് എന്നാണ് ആ പണ്ഡിതന്റെ പേര്. മദീനയിലെ ലോക പ്രശസ്തനായ ഒരു മുഹദ്ദിസായിരുന്നു, ഒരു കർമ്മശാസ്ത്ര പണ്ഡിതനുമായിരുന്നു. 2-ാം നൂറ്റാണ്ടിൽ ജീവിച്ച, അഥവാ ഹിജറ 200-കൾക്ക് ഇപ്പുറം ജീവിച്ച ഇബ്നു അബ്ദുൽ ബർ ഹിജറ 500-കൾക്ക് ശേഷം ജീവിച്ച ആളാണ്, മരണപ്പെട്ട ആളാണ്. അപ്പോൾ തന്നെക്കാളും 3 നൂറ്റാണ്ട് മുമ്പുള്ള അബൂ ദീബ് എന്ന് പറയുന്ന ലോകപ്രസിദ്ധനായ മഹാപണ്ഡിതന്റെ വിനയത്തെ ലോകത്തെ കേൾപ്പിക്കുകയാണ് ഇബ്നു അബ്ദുൽ ബർ. അദ്ദേഹം പറയാൻ, മദീനത്തെ പള്ളിയിൽ അദ്ദേഹം ഇങ്ങനെ നിൽക്കുന്ന സമയത്താണ് ഖാസി ഇബ്നു ഖൈസ് എന്ന് പറയുന്ന യമനിലെ ഒരു ആൾ പഠിക്കാൻ വേണ്ടി മദീനയിലേക്ക് കടന്നു വന്നത്. അങ്ങനെ ഇബ്നു അബീ ദീബിന് അദ്ദേഹത്തിന് അറിയില്ല. അദ്ദേഹം ഖാസി ഇബ്നു ഖൈസ് മദീനത്തെ പള്ളിയിൽ കയറിയപ്പോൾ അദ്ദേഹം അവിടെ നിന്ന് ഇങ്ങനെ ഖുർആൻ ഓതാൻ. അപ്പോൾ വൃദ്ധനായ ഒരാള് ഇങ്ങനെ കയറി വന്നു, 2 റക്അത്ത് നിസ്കരിക്കാതെ അവിടെ ഇരുന്നു. പക്ഷേ ഖാസി ഇബ്നു ഖൈസ് അയാളോട് പറഞ്ഞു, പള്ളിയിൽ കയറിയ 2 റക്അത്ത് ഒരു തഹിയ്യത്തുണ്ട്, നിങ്ങൾക്ക് നിസ്കരിച്ചൂടെ എന്നാൽ. അദ്ദേഹം അത് എണീറ്റു, നിസ്കരിച്ചു. കുറച്ച് കഴിഞ്ഞു അദ്ദേഹം അവിടെ ഇങ്ങനെ ഇരിക്കുമ്പോൾ വിദ്യാർത്ഥികൾ ഇങ്ങനെ തടിച്ചു കൂടാണ് അദ്ദേഹത്തിൻ്റെ അരികിൽ. കാരണം അടുത്ത ക്ലാസ് തുടങ്ങാൻ പോവാണ്. നിങ്ങൾ ഇന്നും കാണും മദീനത്തെ പള്ളിയിൽ ചില കസേരകളെ. ലോകത്തെ മഹാപണ്ഡിതന്മാരിരുന്ന് അവരുടെ അറിവുകൾ ഇങ്ങനെ ലോകത്തെ കേൾപ്പിക്കാൻ. ഷെയ്ഖ് അബ്ബാദ്, അബ്ദുൽ മുഹ്സിൻ അബ്ബാദ്, അള്ളാഹു അദ്ദേഹത്തിന് ദീർഘായുസ്സ് നൽകട്ടെ, ഏറ്റവും കൂടുതൽ പ്രായമേറിയ ഇന്നും മദീനയിലെ ഒരു മുഹദ്ദിസാൻ. നമുക്കറിയാം അദ്ദേഹത്തിൻ്റെയൊക്കെ സദസ്സുകളിൽ തട്ടമിട്ട കുട്ടികൾ ഇങ്ങനെ തടിച്ചുകൂടിയിരിക്കുന്നത് കാണാം. ചില ചിത്രങ്ങൾ, പറയുന്ന വാക്ക് ചിലപ്പോൾ വ്യക്തമാവൂല, അത്രക്കും ക്ലാരിറ്റിയിൽ. കാരണം പ്രായാധിക്യം കൊണ്ട് പറയുന്ന വാക്കുകൾ മുറിഞ്ഞു പോവാൻ. പക്ഷെ അതിനെയും ചെവി കൂർപ്പിച്ച് കാതോർത്ത് നിൽക്കുന്ന ചില വിദ്യാർത്ഥി കൂട്ടങ്ങളെ, മഹാസദസ്സുകളെ മദീനത്തെ പള്ളിയിൽ കാണാം. ഇത് ഇന്നലെ തുടങ്ങിയതല്ല, നൂറ്റാണ്ടുകൾക്ക് മുമ്പേ മദീനത്തെ പള്ളിയിൽ അള്ളാഹുവിൻ്റെ റസൂലിൻ്റെ അനന്തര സ്വത്ത് ഇങ്ങനെ വിഭജിച്ചു കൊടുക്കുന്ന സംഭവങ്ങളെ നമ്മൾ കേട്ടവരാൻ. അതിന്നും തുടർന്നു പോകുന്നു. സുന്നത്ത് നിസ്കരിച്ച് ഇബ്നു അബീ ദീബ് അവിടെ ഇങ്ങനെ ഇരിക്കുമ്പോൾ കുട്ടികൾ ഇങ്ങനെ വരും. അദ്ദേഹത്തിൻ്റെ കുട്ടികളെന്ന് പറഞ്ഞത് തുല്ലാബുൽ ഇൽം, വിദ്യാർത്ഥികളാണ്. അദ്ദേഹത്തിൻ്റെ മുന്നിൽ ഇങ്ങനെ സദസ്സ് നിറഞ്ഞു, ആളുകൾ ഇങ്ങനെ കൂടി. ഷേഖ് ഇങ്ങനെ കയറി ദർശെടുത്ത് കഴിഞ്ഞപ്പോൾ ഈ ചോദ്യം ചോദിച്ച ഖാസി ഇബ്നു ഖൈസിന് ചോദിക്കണ്ടില്ലേ എന്നും തോന്നി. എന്തല്ലേ, 1-2 റക്അത്ത് നിസ്കരിച്ചൂടെ എന്നോ എന്നൊരു ചോദ്യം. ഞാനിപ്പോൾ ആരോടാ അത് പറഞ്ഞു? ലോക പ്രശസ്തനായ ഒരു പണ്ഡിതനാണ്, ഒരുപാട് വിദ്യാർത്ഥികൾക്ക് അറിവ് നൽകുന്ന ഒരാൾ. അയാൾക്ക് ഭയങ്കര സങ്കടം തോന്നി. പഠിച്ചോനെ, ഞാൻ പറഞ്ഞതിപ്പോൾ ആരോടായിപ്പോയി എന്നറിയുന്നൊരു സങ്കടം. നമസ്കാരം ഒടുവിൽ ആ സദസ്സ് കഴിഞ്ഞ് പിന്തിരിഞ്ഞു പോരുമ്പോൾ ഷെയ്ഖ് ഇബ്നു അബീ ദീബ് എന്ന് പറയുന്ന താബിഈ അദ്ദേഹത്തിൻ്റെ കൈ പിടിച്ച് ക്ഷമ പറയുകയാണ്. ഖാസി ഇബ്നു ഖൈസ് എന്ന ഒരു വിദ്യാർത്ഥി, അദ്ദേഹം പ്രായമുള്ള ആളാണ്, യമനിൽ നിന്ന് ദീൻ പഠിക്കാൻ വേണ്ടി വന്ന ആളാണ്. പക്ഷേ ഖാസി ഇബ്നു ഖൈസ് കൈ പിടിച്ച് പറഞ്ഞു, ഞാനത് അറിയാതെ പറഞ്ഞു പോയതാണെന്ന്. പക്ഷേ അവിടെ ഇബ്നു അബീ ദീബ് എന്ന് പറഞ്ഞ ആ പണ്ഡിതൻ ലോകത്തെ ഒരു കാര്യം പഠിപ്പിക്കുകയാണ്. നിങ്ങളൊരു നന്മ പറഞ്ഞു, നിങ്ങളൊരു നന്മ എന്നോട് കൽപ്പിച്ചു, ഞാനത് ചെയ്തതില്ലേ, നിങ്ങളൊരു നന്മ പറ. അവിടെ അയാൾക്ക് അയാളുടെ അഭിമാനത്തെ ഹെട്ടാക്കുന്നൊരു വർത്തമാനം അവിടെ പറഞ്ഞിട്ടില്ല. നിങ്ങളൊരു നന്മ പറഞ്ഞു, ഞാനത് ചെയ്തു. നിങ്ങളൊരു കൽപ്പിച്ചൊരു നന്മ, ഞാനതിനെ പ്രവർത്തിച്ചു. എത്ര സുന്ദരമാണ് ആ വാക്ക്. ഞാനെന്ന ഭാവം അവിടെ അലിയട്ടെ. ഞാനെന്ന വിചാരം, ഞാനൊരു വലിയ പണ്ഡിതനാണെന്നോ, ഞാനൊരു ഒരുപാട് ആളുകൾ എൻ്റെ കൂടെ ജോലി ചെയ്യുന്നുണ്ടെന്ന ഒരു വിചാരം ഒന്നും വേണ്ട. ഞാനെന്ന അത് ഒരാൾ നന്മ പറഞ്ഞാൽ ആ നന്മയെ സ്വീകരിക്കാനുള്ള ഒരു ഹൃദയ വിശാലതയെ മുസ്ലിം ലോകം പേറണമെന്നാണ് ഈ ലോകത്തിന് അവർ നൽകുന്ന വലിയ പാഠങ്ങൾ. പലപ്പോഴും ചോദിക്കുക, എന്നോട് പറയാൻ ആരാ എന്നുള്ളൊരു തോന്നൽ വന്നു പോകും, സ്വാഭാവികമാണ്. നമുക്കിടയിലുള്ള പല കുഴപ്പങ്ങൾക്കും, രാഷ്ട്രീയ മേഖലകളാകട്ടെ, ഇനി മതപരമായ കാര്യങ്ങളിലാവട്ടെ, അല്ലെ പലപ്പോഴും ഒരാൾ പറയുന്ന അഭിപ്രായം അത് തൻ്റെ മാനത്തിന് തനിക്ക് എന്തെങ്കിലും വിഷമിപ്പിക്കുന്ന തരത്തിലേക്ക് കടന്നു വന്നാൽ അവിടെ പിന്നെ ഉടലെടുക്കുന്നത് പലതരം വിദ്വേഷങ്ങളും വലിയ വലിയ പക്കപ്പോക്കലുകളുമാണ്. അതുകൊണ്ട് ലോകത്തിന് ഒരു നന്മയും ലഭിച്ചിട്ടില്ല. ഒരിക്കലും സ്നേഹമില്ലാത്ത പകയും വിദ്വേഷവും വെച്ചു പുലർത്തുന്ന ഹൃദയങ്ങൾ നിലനിൽക്കുമ്പോൾ ഒരു സമൂഹത്തിന് തന്നെ നഷ്ടമാണ്. സുലൈമാൻ നബി അലൈഹി സ്വലാത്തു വസ്സലാമക്ക് വിവരം കൊടുത്തിരുന്നത് ഒരു കുഞ്ഞു പക്ഷിയാണ്, ഹുദ്ഹുദ് എന്ന പക്ഷിയാണെന്ന് നമുക്കറിയാം.
ഹുദ്ഹുദ് എന്ന പക്ഷി അതൊരു പക്ഷിയല്ലേ? അതിൽ നിന്ന് ഞാൻ വിവരം സ്വീകരിക്കാൻ, ഞാനൊരു രാജാവായ ഒരു നബിയായ ഞാൻ എന്തിന് ഒരു പക്ഷിയിൽ നിന്ന് വിവരത്തെ സ്വീകരിക്കണം എന്ന് പറഞ്ഞ് അഹന്ത കാണിച്ചിട്ടില്ല. നേരെ മറിച്ച് സുലൈമാൻ നബി അലൈഹി സ്വലാത്തു വസ്സലാമയുടെ സാമ്രാജ്യത്തിന് ഇസ്സത്ത് വർദ്ധിക്കുകയാണ് ചെയ്തത്. സമൂഹത്തിന് നന്മകൾ ലഭിക്കപ്പെടുകയാണ് ചെയ്തത്. ആ സമൂഹത്തിന് നിലനിൽപ്പുണ്ടാവുകയാണ് ചെയ്തത്. അതുകൊണ്ടാണ് സ്വഹാബത്ത് മഹാനായ അബ്ദുല്ലാഹി ഇബ്നു മസ്ഊദ് റളിയല്ലാഹു അൻഹു പരിശുദ്ധമായ ഒരു റമളാനിനെ സ്വീകരിക്കുമ്പോൾ ഹൃദയങ്ങളിലെ ഹിഖ്ദും ഹൃദയങ്ങളിലെ ഷഹനാവും ഹൃദയങ്ങളിലെ അസൂയയും ഒക്കെ മാറ്റിവെച്ചുകൊണ്ട് തെളിമയാർന്ന ഹൃദയങ്ങളുമായി റമളാനിനെ സ്വീകരിക്കണമെന്ന് അവർ നമ്മൾ ഓർമ്മിപ്പിക്കുന്നത്. അള്ളാഹു അത്തരത്തിൽ നല്ല ഹൃദയമുള്ളവരിൽ നമ്മൾ ഉൾപ്പെടുത്തട്ടെ. മുഅ്മിനീങ്ങൾ പ്രാർത്ഥിക്കാറുണ്ടല്ലോ, റബ്ബനാ ഗഫിർ ലനാ വലിഖവാനിനാ. വിദ്വേഷമുള്ളവൻ എങ്ങനെ പ്രാർത്ഥിക്കാൻ റബ്ബനാ ഗഫിർ ലനാ, ഞങ്ങളുടെ രക്ഷിതാവേ ഞങ്ങൾക്ക് പുറത്തു തരണേ, വലിഖവാനിനാ ഞങ്ങളുടെ സഹോദരന്മാർക്കും, അല്ലദീന സബഖൂന ബിൽ ഈമാൻ നെഞ്ചിൽ സത്യസന്ധമായി ഒരു തരി ഈമാനിനെ പേറുന്ന ഞങ്ങളുടെ സഹോദരന് റബ്ബേ നീ പുറത്തു കൊടുക്കണേ. ولا تجعل في قلوبنا غلا للذين آمنوا ربنا إنك رؤوف رحيم. അല്ലാഹു സുബ്ഹാനഹു വ തആല അത്തരത്തിൽ റമളാനിനെ സ്വീകരിക്കാനുള്ള ഒരു മനോഭാവം നമുക്ക് നൽകട്ടെ. ആദ്യത്തെ രാത്രി റമളാനിന്റെ അമ്പളിമാനത്ത് കാണുമ്പോൾ ആദ്യത്തെ രാത്രി എന്താ സംഭവിക്കുന്നത് എന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു. ആദ്യ രാത്രി എന്നൊക്കെ പറയുമ്പോൾ അല്ലേ, എല്ലാ റമളാനിന്റെയും ഒരു ആദ്യത്തെ രാവുണ്ട്. മാനത്തമ്പിളി ഇങ്ങനെ തെളിയുമ്പോൾ ഉണ്ടാവുന്ന ആ ഒരു വല്ലാത്തൊരു മാനസികമായ ഒരു ഉണർവ് നൽകപ്പെടുന്ന, ആരാധനകളോട് കൂടുതൽ സ്നേഹം തോന്നുന്ന ഒരു രാവ്. ആ രാവിനെ സംബന്ധിച്ച് റസൂലുള്ളാഹി പറയാൻ മഹാനായ അബൂ ഹുറൈറ റളിയല്ലാഹു അൻഹു റിവായത്ത് ചെയ്യുന്നു, ഖാല റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം, അല്ലാഹുവിന്റെ തിരുദൂതർ പറഞ്ഞു. എന്താ പറഞ്ഞത്? ഇദാ കാന അവ്വലു ലൈലത്തിൻ മിൻ ശഹരി റമളാൻ. ദാ വരാൻ പോവാൻ, മാനത്ത് തെളിയാൻ പോവാൻ, റമളാനിന്റെ ആദ്യത്തെ രാവ് ആകുന്ന നിമിഷം സുഫിദത്തി ശയാത്തീൻ, പിശാചുക്കൾ ബന്ധിക്കപ്പെടുമെന്നാണ്. വമറദത്തുൽ ജിൻ, അതുപോലെ തന്നെ ജിന്നുകളുടെ എല്ലാവിധ വസ്വാസുകളും ഇല്ലാതാകുമെന്നാണ്. വഗുല്ലിഖത് അബ്വാബുന്നാർ, നരകത്തിന്റെ വാതിലുകൾ കൊട്ടിയടക്കപ്പെടുമെന്നാണ്. ഫലം യുഫ്തഹ് മിൻഹാ ബാബുൻ, ഒരു വാതിൽ പോലും നരകത്തിൽ നിന്ന് ഈ റമളാന്റെ ആദ്യ രാത്രിയായാൽ തുറക്കപ്പെടുകയില്ല. നരകത്തിന് എത്ര കവാടങ്ങളുണ്ടെന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞതാണ്. അതിന്റെ കവാടത്തിന്റെ വിശാലതയെ റസൂലുള്ളാഹി വിശദീകരിച്ചതാണ്. എന്നിട്ട് നബി തങ്ങൾ പറയുന്നു, വഫുത്തിഹത് അബ്വാബുൽ ജന്ന, സ്വർഗ്ഗത്തിന്റെ വാതിലുകൾ മലർക്കെ തുറക്കപ്പെടുന്നു ആദ്യത്തെ രാത്രി. സ്വർഗത്തിന്റെ വാതില് റമളാനിന്റെ ആദ്യത്തെ രാത്രി തുറക്കപ്പെടുന്നു. എന്നിട്ട് റസൂലുള്ളാഹി നിർത്തിയില്ല, ഫലം യുഗ്ലഖ് മിൻഹാ ബാബുൻ. നബി പറയുന്ന ആ വാക്ക് വിശദീകരിക്കാൻ, ഒരു വാതില് പോലും അവിടെ അടക്കപ്പെടുന്നില്ല. സ്വർഗത്തിന്റെ വാതിലുകളുടെ വിശാലതയെ നമ്മൾ മനസ്സിലാക്കിയവരാ. അതിങ്ങനെ മലർക്കെ തുറക്കുന്നു, നരകത്തിന്റെ വാതിലുകൾ അത് അടക്കപ്പെടുന്നു എന്ന് റസൂലുള്ളാഹി പറഞ്ഞിട്ട്, വയുനാദി മുനാദിം മിനസ് സമാ, എല്ലാ റമളാനിന്റെ രാവിലും ആകാശത്ത് നിന്നൊരു വിളിയാളമുണ്ട്. ആകാശത്ത് നിന്ന് വിളിച്ച് നമുക്ക് കേൾക്കാൻ പറ്റുന്ന ഒരു വർത്തമാനം, ആകാശത്ത് നിന്ന് കേൾക്കാൻ പറ്റുന്നല്ലേ, അത് റസൂലുള്ളാഹി കേൾപ്പിക്കാൻ, റസൂലുള്ളാഹി പറയാൻ റമളാനിൽ അത് വരും. എന്താ റസൂലുള്ളാഹി പറയാൻ? അതിനെ വിശദീകരിക്കാൻ, യാ ബാഗിയൽ ഖൈർ, നന്മ കൊതിക്കുന്നവനെ. നമ്മൾ കഴിഞ്ഞ കൊല്ലം അതിന്റെ മുന്നത്തെ കൊല്ലം ജമിഅത്ത് ദാറുൽ ബിറിന്റെ ഭക്ഷണം നോമ്പ് ഇഫ്താർ നോമ്പുകാർക്ക് വേണ്ടി വിതരണം ചെയ്തവരാ. അതിൻ്റെ ഒരു പേരിനെ ബാഗിയൽ ഖൈർ എന്നാൻ, നന്മ കൊതിക്കുന്നവർ എന്നായിരുന്നു കഴിഞ്ഞ കൊല്ലം അതിൻ്റെ മുന്നത്തെ കൊല്ലം ഉണ്ടായിരുന്നത്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ഒരു വാക്കാൻ ആകാശത്ത് എന്ന് പറയാൻ, നന്മ കൊതിക്കുന്നവനെ. നന്മ കൊതിക്കാത്ത ആരാളുള്ളത്? എപ്പോഴും ഇല്ലേ, നമുക്കും ഇല്ലേ, നന്മ ചെയ്യണം, വരുന്ന റമളാനിൽ ഒരുപാട് നല്ല സൽക്കർമ്മം ചെയ്യണം. അപ്പൊ നമ്മളെ പറ്റിയാ പറയുന്നത്, യാ ബാഗിയൽ ഖൈർ, നന്മ കൊതിക്കുന്നവനെ, അക്ബിൽ, നന്മയിലേക്ക് മുന്നിട്ട് വാ, ഇനി ബാക്കോട്ട് പോകണ്ട. ഇപ്പൊ തീരുമാനിച്ചിട്ടുണ്ടോ? ഖുർആൻ ക്ലാസ്സുകളും അതുപോലെ തന്നെ ഖുർആൻ പഠനവും മറ്റുള്ള നല്ല സൽക്കർമ്മങ്ങളുമായി റമളാനിൽ ഞാൻ ഇതാ സജീവമാകാൻ ഈ റമളാനിൽ ഞാൻ തീരുമാനിച്ചു എന്നിട്ടുണ്ടോ? അക്ബിൽ, പിന്നെ അതിലേക്ക് വരണം, മുന്നോട്ടേക്ക് കടന്നു വാ. വയാ ബാഗിയ ശർ, ഇപ്പോഴും ഉണ്ടാവും ചില ആൾക്കാർ ഷർറുമായി, ഷർറുകളെ കൊതിച്ച്, തിന്മകളെ കൊതിച്ച്, ജീവിതം ഏതായാലും പോയി, ഇനിയിപ്പോൾ ഷർറേറ്റ് തന്നെ പോവാന്നുള്ള ആളുകളും ഉണ്ടാവും, അങ്ങനത്തെ മെന്റാലിറ്റിയുള്ള ആളുകളും ഉണ്ടാവും. പക്ഷെ റസൂലുള്ളാഹി പറയാൻ, തിന്മ കൊതിക്കുന്നവനെ, തിന്മയെ ആഗ്രഹിക്കുന്നവനെ അക്സിർ,
നീ അതിനെ കസറാക്കിക്കോ. എന്താ കസർ? മുറിച്ചോ എന്നാണ്, അഥവാ കുറച്ചു ലഘൂകരിച്ച് കൊണ്ടുപോവാ. നമ്മളെ മനസ്സിനെങ്ങനെ പാകപ്പെടുത്താൻ അതിനെ കുറച്ചാക്കി കൊണ്ടുപോവാ. എന്നിട്ട് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, വലില്ലാഹി ഉതഖാഉ മിനന്നാർ. അള്ളാഹു നരകത്തിൽ നിന്ന് മോചിപ്പിക്കുന്ന ആളുകളുണ്ട്. എല്ലാ രാത്രികളിലും അള്ളാഹു നരകത്തിൽ നിന്ന് ചില ആളുകളെ മോചിപ്പിക്കുമെന്നാൻ. വദാലിക കുല്ലി ലൈല, അത് എല്ലാ രാത്രിയിലും ഉണ്ട് എന്നാൻ. ആദ്യത്തെ രാവിൽ മാത്രമല്ല, റമദാനിന്റെ എല്ലാ രാവുകളിലും അള്ളാഹു നരകത്തിൽ നിന്ന് മോചിപ്പിക്കുന്ന ആളുകളുണ്ട് എന്നാൻ. അള്ളാഹു സുബ്ഹാനഹു വ തആല നമ്മളെ മോചിപ്പിക്കുമാറാവട്ടെ. പല റമദാനുകളും കടന്നുപോയി. ഇതുവരെ ആ കൂട്ടത്തിൽ പെട്ടിട്ടില്ലെങ്കിൽ ഈ വരുന്ന റമദാനിൽ നമുക്കതിൽ പെടാൻ സാധിക്കണം. നരകമോചനം ലഭിക്കപ്പെടുന്നവരിൽ, അള്ളാഹുവിന്റെ റഹ്മത്തിനാൽ സ്വർഗത്തിൽ പ്രവേശിപ്പിക്കപ്പെടുന്നവരിൽ. ഇത്തരത്തിലുള്ള ഹദീസുകളെ വ്യാഖ്യാനിക്കുമ്പോൾ മഹാനായ ഇബ്നു റജബുൽ ഹംബലിയെ പോലുള്ള ആധുനിക പണ്ഡിതന്മാരൊക്കെ രേഖപ്പെടുത്തിയത്, സ്വർഗത്തിന്റെ വാതിൽ തുറക്കപ്പെടും എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു വിശ്വാസി എങ്ങനെ സന്തോഷിക്കാതിരിക്കുക? തുറന്നത് നമുക്കും വേണ്ടി തുറന്നു തരാൻ അല്ലാഹ് എന്നുള്ള വിചാരം മനസ്സിലേക്ക് വരണമെന്നാണ്. അതുപോലെ തന്നെ നരകത്തിന്റെ വാതിലുകൾ കൊട്ടിയടക്കപ്പെട്ടു എന്ന് പറയുമ്പോൾ ഒരു സമാധാനം തോന്നണം. അള്ളാഹു എന്നെ അതിലേക്ക് പ്രവേശിപ്പിക്കില്ലല്ലോ എന്ന വിചാരം വേണം. പിശാചുക്കളുടെ മർദ്ദത്തിൽ നിന്ന്, പിശാചുക്കളുടെ എല്ലാവിധ ദുർബോധനങ്ങളിൽ നിന്ന് നമുക്ക് രക്ഷയാണ് ഈ നാളുകൾ എന്ന് പറയുമ്പോൾ ഒരു വിശ്വാസിക്ക് ആശ്വാസം ഉണ്ടാവണം. അതുകൊണ്ട് തന്നെ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ഇതുപോലത്തെ ഹദീസുകൾ കൊണ്ടായിരുന്നു സഹാബത്ത് സന്തോഷ വാർത്ത അറിയിച്ചിരുന്നത്. റമദാൻ സമാഗതമാകുമ്പോൾ, റമദാൻ വരുമ്പോൾ അവരിങ്ങനെ സന്തോഷ വാർത്ത പറയുന്നത്, ഇതുപോലത്തെ സ്വർഗത്തിന്റെ വാതിലുകൾ തുറക്കപ്പെടുന്നു, നരകത്തിന്റെ വാതിലുകൾ അടക്കപ്പെടുന്നു, അതുപോലെ തന്നെ പിശാചികൾ ബന്ധനത്തിലാക്കപ്പെടുന്നു, അള്ളാഹുവിന് എല്ലാ രാവുകളിലും അവൻ നരകത്തിൽ നിന്ന് മോചിപ്പിക്കുന്ന ആളുകൾ ഉണ്ടാകുന്നു എന്ന് പറയുന്ന വർത്തമാനങ്ങളിലൂടെ അള്ളാഹുവിന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമ സഹാബത്തുകൾക്ക് സന്തോഷ വാർത്ത അറിയിക്കാറുണ്ടായിരുന്നു. ആ സന്തോഷ വാർത്തയാണ് സ്വഹാബത്തും പിൽക്കാലത്ത് തുടർന്നു പോകുന്നത് എന്നാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ വരികളിൽ നിന്ന് നമുക്ക് കാണാൻ സാധിക്കുന്നത്. അള്ളാഹു അതിൽ നമുക്ക് അനുഗ്രഹിക്കുമാറാവട്ടെ. റമദാൻ നമ്മൾ നേരത്തെ പറഞ്ഞതുപോലെ എല്ലാ മാസത്തെയും പോലെയല്ല പകലൻ റമദാൻ എന്നുള്ള പരിപാടി നമ്മൾ വെക്കുന്നത് എന്തിനു വേണ്ടിയാണ്? കൂടുതൽ ഈ കഴിഞ്ഞു പോയ ദിവസങ്ങളിലെ എല്ലാ മടുപ്പും അലസതയൊക്കെ ഒന്ന് മാറ്റി കൂടുതൽ നല്ല ഫ്യൂവലോടെ, നല്ല കൂടുതൽ ഊർജവത്തോടെ നമ്മൾ കടന്നു വരാനാണ്. നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കി, കഴിഞ്ഞ റമദാൻ മുതൽ ഈ വരുന്ന റമദാൻ വരെ ലോകത്ത് സംഭവിച്ച ഒരുപാട് മാറ്റങ്ങളെ കാണാം. ഒരുപാട് മാറ്റങ്ങൾ മുസ്ലിം സമൂഹത്തിന് സംഭവിച്ച ഒരുപാട് പ്രശ്നങ്ങൾ കാണാം. കഴിഞ്ഞ റമദാനിന് ശേഷം മുസ്ലിം സമൂഹം നേരിടുന്ന എത്ര പ്രശ്നങ്ങളുണ്ട് ലോകത്ത്. നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കൂ. കഴിഞ്ഞ റമദാനിൽ നോമ്പനുഷ്ഠിച്ച പലർക്കും ഇന്ന് നോമ്പനുഷ്ഠിക്കാൻ സാധിച്ചിട്ടില്ല. സ്വാഭാവികമായ മരണം സംഭവിച്ചവരുണ്ട്. ഇനി മറ്റു മരണങ്ങൾ എന്ന് പറഞ്ഞല്ലേ, പല ബോംബും വീണിട്ട് പല നാടുകളിൽ തിന്നാൻ കിട്ടാതെ പട്ടിണി കിടന്ന് മരണപ്പെട്ട ആളുകളുണ്ട്. ലോകത്ത് പല രൂപത്തിൽ റമദാനിനെ സ്വീകരിക്കുന്ന ആളുകളെ കാണാം. ഉറ്റവരും ഉടയവരും നഷ്ടപ്പെട്ട് ഒരു പുതിയ റമദാനിലേക്ക് കാലെടുത്ത് വെക്കുന്ന കുഞ്ചു പൈതങ്ങളെ കാണാം ലോകത്ത്. ഇസ്ലാമിക ലോകത്ത് മുസ്ലിമീങ്ങൾക്ക് ഒരുപാട് പ്രശ്നങ്ങൾ ഓരോ ദിവസങ്ങളും വർദ്ധിച്ചു കൊണ്ടിരിക്കുകയാണ്. പുറത്തു വന്നുകൊണ്ടിരിക്കുന്ന പല വാർത്തകളും നമ്മളെ വല്ലാതെ പേടിപ്പെടുത്തുന്നതാണ്. ഈ നിമിഷങ്ങളിൽ നമുക്ക് പ്രാർത്ഥിക്കാനും അള്ളാഹുവിനോട് പരാതി പറയുവാനും അള്ളാഹുവിലേക്ക് കൂടുതൽ അടുക്കാനും പറ്റുന്ന നാളുകളാണ് പ്രിയപ്പെട്ടവരെ സമാഗതമാകുന്നതെന്ന ചിന്ത ഒരു വിശ്വാസി എന്നതിലേക്ക് അവിടെ മനസ്സിലുണ്ടാകണം. ലോകത്ത് ഒരുപാട് പ്രശ്നങ്ങളുണ്ട്. മുസ്ലിമീങ്ങൾ നേരിട്ട് കൊണ്ടിരിക്കുന്ന ആധുനികമായ പ്രശ്നങ്ങൾ, അത് രാഷ്ട്രീയമായാലും അതിനി ആഗോളമായ അന്താരാഷ്ട്ര രൂപത്തിലുള്ള പ്രശ്നങ്ങളായാലും ഓരോന്നിനെയും വിശാലമായി നമ്മൾ ചർച്ച ചെയ്യേണ്ടതില്ല. നമുക്കറിയാം എന്താണ് നടക്കുന്നത് എന്ന്. പക്ഷേ അള്ളാഹുവിന്റെ റസൂൽ റമദാനിന്റെ ഒരു പ്രത്യേകത പറഞ്ഞപ്പോ അള്ളാഹുവിന്റെ റസൂൽ വിശദീകരിക്കുകയാണ്. റമദാൻ മാസത്തിന്റെ ഒരു പ്രത്യേകത നോമ്പുകാരന്റെ പ്രാർത്ഥന തന്നെയാണ്. നോമ്പുകാരന്റെ പ്രാർത്ഥന സാധാ നോമ്പില്ലാത്തവന്റെ പ്രാർത്ഥന പോലല്ല. നോമ്പുകാരന്റെ പ്രാർത്ഥന സലാസു ദഅവാത്, മൂന്നാളുകളുടെ പ്രാർത്ഥന മുസ്തജാബുല്ല. അള്ളാഹുവിന്റെ റസൂല് പറഞ്ഞു അതിന് ജവാബുണ്ട്, ഉറപ്പാണ്, തീർച്ചയായും അള്ളാഹു ജവാബ് നൽകുമെന്നാണ്. അതിലൊന്ന് അള്ളാഹുവിന്റെ റസൂല് പറഞ്ഞല്ലോ, ദഅവത്തു സായിം, നോമ്പുകാരന്റെ പ്രാർത്ഥനയാണ്. മുസ്ലിം സമൂഹത്തെ ഉപദ്രവിക്കുന്ന, മുസ്ലിം സമൂഹത്തിന്റെ ഇസ്സത്തുകളെ പരമാവധി സമൂഹത്തിൽ വികലമാക്കാൻ ശ്രമിക്കുന്ന
ഇസ്ലാമിക ലോകത്ത് മുസ്ലിമീങ്ങൾ നേരിടുന്ന പ്രശ്നങ്ങൾക്ക് അള്ളാഹുവിനോട് പരാതി പറയാൻ പറ്റുന്ന, അള്ളാഹുവിലേക്ക് കൂടുതൽ സഹായം ചോദിക്കാൻ പറ്റുന്ന, അള്ളാഹുവിലേക്ക് കൂടുതൽ അടുക്കാൻ പറ്റുന്ന പ്രാർത്ഥന നിറയ്ക്കേണ്ട നാളുകളാണ് ഒരു വിശ്വാസിയെ സംബന്ധിച്ചിടത്തോളം കടന്നു വരുന്നത്. അത് റമദാനിന്റെ പ്രത്യേകതയാണ്. ഇതിൽ ചെയ്യുന്ന ഒരു അമല് മറ്റു മാസങ്ങൾ ചെയ്യുന്ന അമല് പോലല്ല. അതിന് തെളിവ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹി അലൈഹി വസല്ലമയുടെ സംസാരമാണ്. റസൂലുള്ളാഹി സ്വല്ലല്ലാഹി അലൈഹി വസല്ലം പറഞ്ഞു, റമദാൻ മാസത്തിലെ ഒരു ഉംറ അത് എല്ലാ മാസവും നിർവഹിക്കുന്ന ഉംറ പോലെയാണോ? അല്ല. റസൂലുള്ളാഹി പറഞ്ഞു കഹജ്ജത്തി മഈ, അത് എൻ്റെ കൂടെയുള്ള ഹജ്ജിന് തുല്യമാണ്. ആ ഹദീസിനെ മുൻനിർത്തി ചില പണ്ഡിതന്മാർ പറഞ്ഞു, റമദാനിലെ ഉംറ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ കൂടെ ചെയ്ത ഹജ്ജിന് തുല്യമാണെങ്കിൽ റമദാനിൽ ഒരു തസ്ബീഹ് മറ്റുള്ള ദിവസങ്ങളിലെ തസ്ബീഹ് പോലെയല്ല. റമദാനിൽ അൽഹംദുലില്ലാഹ് എന്നൊരാൾ പറഞ്ഞാൽ അത് മറ്റുള്ള ദിവസങ്ങളിൽ പറയുന്ന ഹംദ് പോലെയല്ല. റമദാനിലെ 5 നേരത്തെ നമസ്കാരം കൃത്യമായി പള്ളിയിൽ നമസ്കരിക്കുന്നത് മറ്റു ദിവസങ്ങളിൽ നിർവഹിക്കുന്ന പോലെയല്ല. കൂടുതൽ ശ്രേഷ്ഠമാണ്, ഉത്കൃഷ്ടമാണ്, മഹത്വമേറിയതാണ്. അള്ളാഹുവിന്റെ അരികിൽ അയാൾ ആദരണീയനാണ്. അള്ളാഹു സുബ്ഹാനഹു വ തആല അയാൾക്ക് അള്ളാഹു ഒരുപാട് പരിഗണനകൾ നൽകുന്നു എന്നുള്ളതിന് തെളിവാണ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അങ്ങനെ വിശദീകരിക്കുന്ന നബിയുടെ ഒരുപാട് വർത്തമാനങ്ങൾ അതിനോടൊപ്പം നമുക്ക് ചേർത്ത് വായിക്കാൻ സാധിക്കും. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, പരിശുദ്ധമായ റമദാനിലെ നോമ്പ് മറ്റു മാസത്തെ നോമ്പ് പോലല്ല. നോമ്പന്നെ മഹാസംഭവാൻ. ഒരു സഹാബി റസൂലുള്ളാഹിനോട് ചോദിക്കാൻ, റസൂലെ എന്നൊന്ന് ഉപദേശിക്കണം, എനിക്കൊരു നല്ല അമലിനെ പറ്റി പറഞ്ഞു തരണം. റസൂലുള്ളാഹി പറഞ്ഞു, നോമ്പ് വെൽക്കണം, നോമ്പ് അനുഷ്ഠിക്കുക. അതുപോലെ ഒന്നില്ല, നോമ്പിന് പകരമായി മറ്റൊന്നില്ല. നോമ്പ് മഹാസംഭവാണ് എന്ന്. റമദാനിൽ അല്ലാത്തപ്പോൾ തന്നെ ഒരാൾ നോമ്പ് നോറ്റുള്ള കൂലി എന്താ? നോമ്പിന്റെ കൂലിനെ അള്ളാന്റെ റസൂൽ വിശദീകരിച്ചിട്ടില്ല. നോമ്പിന്റെ പ്രതിഫലം എന്താണെന്ന് അള്ളാന്റെ റസൂൽ പറഞ്ഞിട്ടില്ല. ബാക്കി എല്ലാ കാര്യവും, നമസ്കാരത്തിന്റെ പ്രതിഫലം പറഞ്ഞു, ദാനധർമ്മത്തിന്റെ പ്രതിഫലം പറഞ്ഞു. എന്തിന്? ഏതൊരു നന്മക്കും 10 ഇരട്ടി മുതൽ 700 ഇരട്ടി വരെ കൂലിയുണ്ടെന്ന് അള്ളാഹു സുബ്ഹാനഹു വ തആല പറഞ്ഞുവെന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം വിശദീകരിച്ചു. ഖുദ്സിയായ ഹദീസാൻ. ഒരു നന്മക്ക് 10 ഇരട്ടി മുതൽ 700 ഇരട്ടി വരെ കൂലി. അവിടെ നോമ്പിനെ സവിശേഷമാക്കി, ഇല്ല സൗം, നോമ്പൊഴികെ. കാരണം നോമ്പിനൊരു പ്രത്യേക കൂലിയാണ്. നോമ്പൊരു ശമാലുബിന്റെ ക്ഷമിക്കുന്ന ആൾക്കുള്ളതാണ്. ക്ഷമിക്കുന്ന ആളാണ് നോമ്പുകാരൻ. ഇന്നമാ യുവഫസ്സാബിറൂന അജ്റഹും ബിഗൈരി ഹിസാബ്. അള്ളാഹുവിന്റെ റസൂലിന്റെ വർത്തമാനങ്ങളെ സ്വഹാബത്ത് വിശദീകരിക്കാൻ അള്ളാഹുവിന്റെ ആയത്തുകളിലൂടെ ഒരു നോമ്പുകാരൻ ക്ഷമാലുവാൻ. വെള്ളം കുടിക്കാൻ പറ്റിയിട്ടും അയാൾ എന്ത് ചെയ്യുന്നില്ല? വെള്ളം കുടിക്കുന്നില്ല. അയാളുടെ മുമ്പിൽ ഭക്ഷണം ഉണ്ടായിട്ടും അയാൾ ഭക്ഷിക്കുന്നില്ല. അയാളുടെ നാവിനെയും അയാളുടെ കണ്ണുകളെയും അയാളുടെ കൈകളെയും ഒക്കെ കൃത്യമായി കെട്ടിപ്പൂട്ടി വെച്ച് സൂക്ഷ്മതയോടുകൂടി ജീവിക്കുന്ന ഒരാളാണ്, ക്ഷമിക്കുന്നവനാണ്. ഇന്നമാ യുവഫസ്സാബിറൂന അജ്റഹും ബിഗൈരി ഹിസാബ്. കണക്കില്ലാത്ത കൂലിയാൻ. അവിടെ 700 എന്നുള്ള കണക്കില്ല, 900 എന്ന കണക്കില്ല, 1000 എന്ന കണക്കില്ല. ബാക്കിയുള്ള അമലുകൾക്കൊക്കെ കണക്കുണ്ട്, പ്രതിഫലത്തിന്റെ കണക്ക്. ജമാഅത്താണോ നമസ്കാരം 27 ഇരട്ടി കൂലി എന്നാണ്. അത് മക്കത്തെ പള്ളിയിലാണോ 100,000 പ്രതിഫലം എന്നാണ്. മദീനത്തെ പള്ളിയിലാണോ 1000 ഇരട്ടി പ്രതിഫലം എന്നാണ്. ഇതിനൊക്കെ ഇരട്ടിയുടെ കണക്ക് പറഞ്ഞപ്പോ നോമ്പുകാരന്റെ കണക്കിനെ സംബന്ധിച്ച് അള്ളാഹു വാചാലനല്ല. കാരണം നോമ്പുകാരന് കൂലില്ലാണ്ടല്ല, കൂലി കൂടിയിട്ടാണ്. കൂലി ധാരാളമാണ്. ഒരിക്കൽ റസൂലുള്ളാഹി പറഞ്ഞു, അള്ളാഹുവിന്റെ വജ്ഹ് ഉദ്ദേശിച്ച് ഒരാൾ നോമ്പ് അനുഷ്ഠിച്ചാൽ ബഅദല്ലാഹു വജ്ഹഹു മിനന്നാരി 70 ഖരീഫ, 70 വർഷത്തിന്റെ വിദൂരതയിലേക്ക് അയാളുടെ മുഖം നരകത്തിൽ നിന്ന് അള്ളാഹു അകറ്റുമെന്നാണ്. അതൊരു നേട്ടമാണ്, കൂലിയല്ല. മഹാനായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹി അലൈഹി വസല്ലം ഒരിക്കൽ പറഞ്ഞു, അള്ളാഹുവിന്റെ വജ്ഹ് ഉദ്ദേശിച്ച് ഒരാൾ നോമ്പ് അനുഷ്ഠിച്ചാൽ അയാളുടെയും നരകത്തിന്റെയും ഇടയിൽ ജഅലല്ലാഹു ഖന്ദഖ, അള്ളാഹു ഒരു കിടങ്ങ് തീർക്കുമെന്നാണ്, ഒരു കുഴി. ആ കുഴിയുടെ പ്രത്യേകത ബൈനഹു വബൈനഹു, ആ കുഴിയുടെ ആഴവും അതിന്റെ നീളവും അതിന്റെ പരപ്പും മാ ബൈന സമാഇ വൽ അർദ്, ആകാശഭൂമികളുടെ വിശാലതയുണ്ടെന്നാണ്. അങ്ങനത്തെ ഒരു കുഴി അടുക്കൂല നരകത്തിക്ക് എന്നാണ്. ഒരു നോമ്പോറ്റാൽ, ഒരു നോമ്പനുഷ്ഠിച്ചാൽ നരകത്തിലേക്ക് അടുക്കൂല. അത് പരിശുദ്ധമായ റമളാനിലാണെങ്കിൽ അതിന് ശ്രേഷ്ഠതയുണ്ട് എന്നാണ്. നേരത്തെ നമ്മൾ പറഞ്ഞ ഹദീസ് ഉണ്ടല്ലോ, നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ കൂടെ ഹജ്ജ് ചെയ്തതുപോലെ എന്ന് പറയുമ്പോൾ അതൊരു അമല് എല്ലാ അമലിനും ബാധകമാണ് എന്നാണ് ഫുഖഹാക്കളുടെ ഭാഷ്യം. ഏതൊരു സ്വാലിഹായ അമലും മറ്റുള്ള സ്വാലിഹായ ഈ റമദാനിലെ അമല് മറ്റുള്ള കർമ്മങ്ങളെക്കാൾ വിശിഷ്ടമാണ്, ശ്രേഷ്ഠമാണ്. വലിയ ഗോത്രത്തിലെ 2 ആളുകൾ
ഇസ്ലാം മതം സ്വീകരിച്ച ചരിത്രം എല്ലാ റമളാനും വരുമ്പോൾ നമ്മൾ കേൾക്കുന്നതാണ്. റമളാന്റെ മഹത്വം പറയാൻ ബലീ ഗോത്രം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മദീനക്കാർക്ക് സുപരിചിതമാണ്. അബൂ തൽഹ റളിയല്ലാഹു അൻഹുവിനൊക്കെ ആ ഗോത്രവുമായി നല്ല ബന്ധമുണ്ടായിരുന്നുവെന്നാണ്. അതിലെ രണ്ടാളുകള് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ അരികിൽ വന്ന് ഒരുമിച്ച് ഇസ്ലാം മതം സ്വീകരിച്ചു വന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ പ്രവാചക അനുചരൻ അബൂ തൽഹ റളിയല്ലാഹു അൻഹു വിശദീകരിക്കുകയാണ്. ആ സംഭവത്തിൽ നമുക്ക് കാണാം റമളാനിന്റെ ഫളിലിനെ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിച്ചു തരാൻ. അയാളിൽ ഒരാൾ അതീവ തൽപരനാണ് ആരാധനകളോട്, ഇബാദത്തുകളോട്. നമസ്കാരമാവട്ടെ, മറ്റ് ചെറിയ ചെറിയ ആരാധനകളാവട്ടെ, ഖുർആൻ പാരായണങ്ങളാവട്ടെ, അയാൾ സജീവമാണ്. എന്തിനേറെ ജിഹാദിന് വരെ അയാൾ റെഡിയാണ്. അള്ളാഹിന്റെ മാർഗത്തിൽ ജിഹാദിന് പോയി അയാൾ ഷഹീദായി. ഷഹീദായി. നല്ല ഫളിലുള്ള അള്ളാഹിന്റെ അടുത്ത്. ഷഹീദ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സാധാരണക്കാരെ പോലെയല്ലല്ലോ. ഷഹീദിന് അള്ളാഹു കൊടുക്കുന്ന ഫളിൽ എത്ര, ശ്രേഷ്ഠത എത്ര. ആരും സ്വർഗത്തിൽ കടന്ന് തിരിച്ചു വരാൻ ആഗ്രഹിക്കൂല, ഒരാളൊഴികെ, ഷഹീദ് ഒഴികെ. ഷഹീദിന് സ്വർഗത്തിൽ ലഭിക്കുന്ന അനുഭൂതികളും സ്വർഗത്തിൽ ലഭിക്കുന്ന ആസ്വാദനങ്ങളും അവിടെയുള്ള അനുഗ്രഹങ്ങളും കാണുമ്പോൾ അയാൾ വീണ്ടും ആഗ്രഹിക്കും, ഞാൻ വീണ്ടും ദുനിയാവിലേക്ക് വന്ന് ഞാൻ യുദ്ധം ചെയ്ത് വീണ്ടും ഞാൻ ഷഹീദായിരുന്നെങ്കിൽ എന്നാണ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ഹദീസിൽ കാണാം, സുമ്മ ഉഖ്തൽ ഫഅഹിയ സുമ്മ ഉഖ്തൽ, ല്ലേ, ഞാൻ ജീവിച്ചു വീണ്ടും ഞാൻ മരിച്ചു, ജിഹാദ് ചെയ്ത് മരിച്ചു എന്നൊക്കെ തോന്നുമെന്നാണ്. സ്വർഗത്തിൽ കടന്നാൽ ആരും തിരിച്ചു വരാൻ ആഗ്രഹിക്കൂല, പക്ഷെ അയാൾ ആഗ്രഹിക്കും അവിടെ കിട്ടുന്ന അനുഭൂതി കണ്ടിട്ട് ഞാൻ. പക്ഷേ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ സന്നിധിയിൽ ഇസ്ലാം മതം സ്വീകരിച്ച ബലീ ഗോത്രത്തിലെ ആ ചെറുപ്പക്കാരൻ അള്ളാന്റെ മാർഗത്തിൽ ഷഹീദായി. പക്ഷെ മറ്റേയാള് എത്ര അമലുള്ള ആളൊന്നല്ല, നമ്മളെപ്പോലെ അത്ര സജീവതല്ല, ആവേശമല്ല, ഉന്മേഷമല്ല. പക്ഷെ നമസ്കരിക്കാറുണ്ട്. 5 നേരം നിസ്കാരം ഒഴിവാക്കാൻ പാടില്ല. നിസ്കരിക്കാത്തവൻ കാഫിറാൻ. 5 നേരത്തെ നമസ്കാരം കൃത്യമായി നിർവഹിക്കണം. അതുപോലെ തന്നെ നിർബന്ധമായ ബാധ്യതകളിൽ ഒരു തരത്തിലുള്ള അഡ്ജസ്റ്റ്മെന്റും പാടില്ല, കോംപ്രമൈസും പാടില്ല. അതിനപ്പുറത്ത് ചിലപ്പോ നന്മകൾ കുറവായിരിക്കും, സ്വാഭാവികമാണ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമിന്റെ അടുത്ത് ഒരു ഗ്രാമീണനായ മനുഷ്യൻ വന്ന് പറഞ്ഞു, നബിയെ, എന്റെ മേൽ എന്തൊക്കെയാണ് നിർബന്ധമായിട്ടുള്ളത്? റസൂലുള്ള പറയാണ്, 5 ഷഹാദത്തിന് ശേഷം 5 നേരത്തെ നമസ്കാരം. വേറെന്തെങ്കിലും ഉണ്ടോ? ഇല്ല അൻ തത്തവ്വ, വേറൊന്നും നിർബന്ധമായിട്ടില്ല. പക്ഷേ ഐച്ഛികമായി നീ നമസ്കരിക്കുകയാണെങ്കിൽ നിനക്ക് നമസ്കരിക്കാം. പിന്നെന്താ നബിയെ എനിക്കുള്ളത്? ആ സഹാബിയുടെ റസൂലുള്ള പറയാൻ, റമളാൻ വന്ന നോമ്പനുഷ്ഠിക്കണം, അത് നിർബന്ധമാണ്. വഹൽ അലയ്യ ഗൈറു, അതിന് പുറമെ വേറെന്തെങ്കിലും ഉണ്ടോ? ഇല്ല അൻ തത്തവ്വ, നീ ഐച്ഛികമായി നോമ്പനുഷ്ഠിക്കുകയാണെങ്കിൽ നിനക്ക് നോമ്പനുഷ്ഠിക്കാം. പിന്നെ ആ സഹാബി ചോദിക്കണേ, അള്ളാന്റെ റസൂലെ, സഹാബിന്റെ പേരില്ല, ഗ്രാമീണനായ, ദീനി സദസ്സുകളിലൊന്നും വല്ലാതില്ലാത്ത നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ അരികിൽ കുറച്ച് പരിക്കൻ വർത്തമാനം പറഞ്ഞ ആ സഹാബി വന്ന് നബിയോട് ചോദിക്കാൻ, നബി ഇനി വേറെന്തെങ്കിലും ഉണ്ടോ നിർബന്ധമായത്? റസൂലുള്ള പറഞ്ഞു, നിന്റെ ധനത്തിന് സക്കാത്ത് കൊടുക്കണം. അപ്പോൾ പറഞ്ഞു, വേറെന്തെങ്കിലും? സക്കാത്ത് നിർബന്ധമല്ലെങ്കിൽ പിന്നെ ഇല്ല എന്ന് തത്തവ്വ, നീ ഐച്ഛികമായി നിർവഹിക്കുന്ന ദാനധർമ്മങ്ങളുടെ നിനക്കത് ചെയ്യാം. ഞാൻ ആ സഹാബി അതേപോലെ ഹജ്ജിനെയും റസൂൽ അവിടെ പറഞ്ഞെടുത്തു. അവസാനം തിരിഞ്ഞു പോരുമ്പോൾ ആ സഹാബി പറയാണ്, ഞാൻ ഈ പറഞ്ഞതിൽ നിർബന്ധമായത് മാത്രമേ ചെയ്യുള്ളൂ എന്നും പറഞ്ഞിട്ട് അയാൾ മടങ്ങിപ്പോയി. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം സഹാബത്തിനോട് പറയാണ്, സ്വർഗത്തിൽ പോകുന്ന ഒരാളെ നിങ്ങൾക്ക് ദുനിയാവിൽ കാണണോ? ദാ പോണ മനുഷ്യനിലേക്ക് നോക്കിയാൽ മതി. നിർബന്ധ ബാധ്യതകളിൽ വീഴ്ച വരുത്താത്തവൻ, കർമ്മങ്ങളിൽ വേറെ ആരാധനകളിൽ സജീവതല്ല, പക്ഷേ അതിനെ കൃത്യമായി നിർവഹിച്ചാൽ അയാൾക്ക് സ്വർഗമാണ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ സന്നിധിയിൽ വന്ന് ബലീ ഗോത്രത്തിൽ ഒരാളെ സംബന്ധിച്ചിടത്തോളം അങ്ങനത്തെ ഒരാളാണ്. ഐച്ഛികമായ കാര്യങ്ങളൊക്കെ കുറവാണ്, ധാരാളമൊന്നുമില്ല. പക്ഷെ മറ്റേയാൾ മുജ്തഹിദായിരുന്നു, പരിശ്രമശാലിയായിരുന്നു. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ അരികിൽ സഹാബത്ത് പല കാര്യങ്ങളെ, അവിടെ അബൂ തൽഹ സ്വപ്നം കണ്ടതും പിന്നീട് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമന്റെ അടുത്ത് പരാതി പറഞ്ഞതൊക്കെ നമുക്ക് സുപരിചിതമാണ്. റസൂലുള്ള പറയാൻ, ഈ രണ്ടാളുകൾക്കിടയിൽ ആകാശഭൂമികൾക്കിടയിലുള്ള വിദൂരതയുണ്ട് എന്നാണ്. അതിന്റെ കാരണം എന്താണ്? അയാളെക്കാളും അള്ളാഹുവിന്റെ മാർഗത്തിൽ നന്നായി അധ്വാനിച്ച് അമല് ചെയ്ത് ജിഹാദ് ചെയ്ത് ഷഹീദായ ആളെക്കാളും 1 വർഷം കൂടുതൽ ഇയാൾ ജീവിച്ചതു എന്നുള്ള കാരണത്താൽ, റമളാൻ കിട്ടി എന്നുള്ള കാരണത്താൽ, ആ റമളാനിൽ നോമ്പനുഷ്ഠിച്ചു എന്നുള്ള കാരണത്താൽ, ആ റമളാനിൽ നമസ്കരിച്ചു എന്നുള്ള കാരണം, ഇതൊക്കെ സ്വഹാബികൾ തിരക്കി അന്വേഷിച്ച് അയാളെ പറ്റി റിപ്പോർട്ട് അവതരിപ്പിച്ചതിന് ശേഷമാണ് റസൂലുള്ള പറയുന്നത്, ഫമാ ബൈനഹുമാ അബ്അദു മാ ബൈന അസ്സമാഇ വൽ അർദ്, ആകാശഭൂമികളെക്കാൾ വിദൂരത ഇവർ 2 പേർക്കും ഇടയിലുണ്ട് എന്ന് പറയുമ്പോൾ, സ്വർഗത്തിന്റെ അനുഭൂതികളിൽ അള്ളാഹു അയാളെ കൊണ്ടുവന്ന് എത്തിക്കുന്നത് പരിശുദ്ധമായ
റമദാൻ സമാഗതമായതുകൊണ്ടാണ്. കുറേ റമദാനുകൾ കടന്നുപോയി, ഒരുപാട് റമദാനുകൾ കടന്നുപോയി. പ്രിയപ്പെട്ടവരെ, ഈ വരുന്ന റമദാനിൽ കൂടുതൽ ആവേശവും ഉന്മേഷവും കാണിച്ച് സജീവരാകാൻ അള്ളാഹു നമുക്ക് തൗഫീഖ് നൽകി അനുഗ്രഹിക്കുമാറാവട്ടെ. പരിശുദ്ധമായ റമദാനിൽ അനുഷ്ഠിക്കാൻ ഒരുപാട് ആരാധനകളുണ്ട്. ഖുർആൻ പാരായണങ്ങളിൽ കൂടുതൽ സമയം കണ്ടെത്തുക, ഖുർആൻ പഠനങ്ങളിൽ കൂടുതൽ സമയം കണ്ടെത്തുക, മറ്റുള്ള ഐച്ഛികമായ പ്രവർത്തനങ്ങളിൽ കൂടുതൽ സന്തോഷം കണ്ടെത്തുക, അതിലേറെ ദാനധർമ്മങ്ങളിലും രാത്രി നമസ്കാരങ്ങളിലും ഒക്കെ സജീവരാകുക. അല്ലാഹു സുബ്ഹാനഹു വ തആല തൗഫീഖ് നൽകി അനുഗ്രഹിക്കുമാറാവട്ടെ. പരിശുദ്ധമായ റമദാനിനെ മാനസികമായും ശാരീരികമായും നല്ല ഒരു രൂപത്തിൽ സ്വീകരിക്കാൻ ഒരുങ്ങുക. അല്ലാഹു അതിന് തൗഫീഖ് നൽകട്ടെ. മനസ്സിലെ എല്ലാ വിദ്വേഷങ്ങളും മാറ്റിവെച്ച് ഹൃദയവിശാലതയോടുകൂടി റമദാനിലേക്ക് അല്ലാഹു സുബ്ഹാനഹു വ തആല നമ്മളെ എത്തിക്കുമാറാവട്ടെ. അറിഞ്ഞും അറിയാതെയും ജീവിതത്തിൽ കടന്നു വരുന്ന തിന്മകൾ അല്ലാഹു വിട്ടുപുറച്ചു മാപ്പാക്കി തരുമാറാവട്ടെ. വസല്ലല്ലാഹു അലാ നബിയിന മുഹമ്മദ് വഅലാ ആലിഹി വസഹ്ബിഹി വസല്ലം. ജസാകുമുല്ലാഹു ഖൈറ. വസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.